എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഈ വീഡിയോ ഉണ്ടല്ലോ, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വൈകുന്നേരം എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് കേട്ടോ എക്സിബിഷൻ കാണാൻ പോവാന്നുള്ളൊരു പ്ലാൻ ഇട്ടുന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാമെന്നായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ഒരുപാട് വീഡിയോസ് ഉള്ള കാരണം തോന്നുന്നു ഷോർട്സിൽ അങ്ങോട്ട് ഒതുങ്ങണില്ല. അപ്പോൾ പിന്നെ എന്നാൽ ലോങ് വീഡിയോ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇതെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പതുക്കെ ഇറങ്ങിയിട്ടാ. ആര്യനെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടതാ തോന്നുന്നു കേട്ടോ. അവളിവിടെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ പുറപ്പെടലൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. മാളും ദേവുട്ടനും ഉണ്ട്, പിന്നെ ഞാന്, വിൻഷേട്ടൻ, നമ്മുടെ തേജുട്ടൻ, അച്ഛനും അമ്മയിട്ടാ. പിന്നെ ആദർശ് വരണോ വരണ്ടേ എന്നുള്ളൊരു ഡബിൾ സ്റ്റാൻഡിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അവസാനം ആദർശും പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളുടെ വീട് തൃശ്ശൂരാണെങ്കിലും കൂടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് കേട്ടോ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോണത്. ഏകദേശം 25-26 വർഷമായിട്ടുണ്ടാവും എൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട്. എൻ്റെ അമ്മയായാലും അച്ഛനായാലും രണ്ടു കൂട്ടരും കേട്ടോ ഇതുവരെ തൃശ്ശൂർ എക്സിബിഷൻ കണ്ടിട്ടില്ല. അതുപോലെ തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല കേട്ടാ. പിന്നെ പൂരം പിന്നെ തിക്കും തിരക്കും ഉള്ളതായതുകൊണ്ട് പിന്നെ നമ്മളങ്ങോട്ട് അതിലേക്കാണ്ട് ചിന്തിച്ചിട്ടില്ല. പക്ഷെ എക്സിബിഷൻ കാണാൻ പോവാത്തത് എന്ന് പറയുമ്പോൾ അതൊരു തന്നെയല്ലേ അല്ലെ. ഈ പറയണ ഞാനായാലും പോയേക്കണത് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ തൃശ്ശൂർ പഠിക്കുന്ന ടൈമിൽ 1-2 വട്ടം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വിൻഷേട്ടൻ്റെ നമ്മളെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയിക്കണത്. പിന്നെ നമ്മുടെ തേജുവിന് ഈ പാൻറ് കുറച്ച് ഇറക്കം കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ പാവാട ഇട്ട് നടക്കണ പോലെ നടക്കണത്, ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട്. കാരണം അടിയിൽ ചിലയിടത്ത് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൊക്കി പിടിച്ചേക്കണതാണ്. കുറേ പേര് തേജുവിൻ്റെ പാൻറ്റിനെ കുറിച്ചിട്ടുള്ള കമൻറ്റ് ഞാൻ കണ്ടു കേട്ടോ. എന്തായാലും വെറൈറ്റി ആയില്ലേ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചില്ലേ അവൻ്റെ പാൻറ്. അങ്ങനെ നമ്മളിത് തൃശ്ശൂർ എത്തി ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറി. അപ്പോൾ അമ്മയ്ക്കായാലും അച്ഛനായാലും കുറച്ച് കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. കാരണം നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ എക്സിബിഷൻ ഇത് എന്തതിൻ്റെ ഉള്ളിൽ നടക്കണമെന്നൊരു പിടുത്തില്ലാണ്ടാണ് കേട്ടോ രണ്ടു കൂട്ടരും വന്നേക്കണം. അമ്മ അച്ഛനും പോവാത്തത് വേറെ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല കേട്ടോ. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. ഇങ്ങനെ സിനിമയ്ക്ക് പോവുക അങ്ങനെ എവിടേക്കും അവർക്ക് ജോലിക്ക് പോവുക, പണിക്ക് പോവുക, വീട്ടിൽ വരിക, പണിക്ക് പോവുക, വീട്ടിൽ വരിക, വീട്ടിൽ റെസ്റ്റ് എടുക്കുക, വീണ്ടും പിറ്റേ ദിവസം പണിക്ക് പോവുക, വീട്ടിൽ വരിക, റെസ്റ്റ് എടുക്കുക. ഇങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ അവർ ജീവിക്കുന്നത് ഇന്നേ വരെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അച്ഛനായാലും അത് അമ്മയായാലും അതെ. അച്ഛൻ തന്നെ എവിടേക്കും പോവില്ല അങ്ങനെ കേട്ടോ. അച്ഛൻ ഒറ്റയ്ക്ക് എവിടേക്കും പോകണമെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അച്ഛൻ എങ്ങനെയെങ്കിലും പോവുകയാണെങ്കിൽ പോലും നമ്മളെ കൂട്ടിയിട്ടേ പോവുള്ളൂ. പക്ഷെ പോക്കും കുറവാണ്. ഇതുപോലെ ഇങ്ങനെ ഫാമിലി ആയിട്ട് എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ലേ. അമ്പലങ്ങൾ അതുപോലെ തന്നെ കല്യാണങ്ങൾ വിശേഷമുള്ള എവിടേക്കെങ്കിലും അങ്ങോട്ടൊക്കെ പോകുന്നല്ലാണ്ട് ഇതുപോലെ ഒരു കുഞ്ഞു ട്രിപ്പ് പോലും എൻ്റെ ഓർമ്മയിൽ ഞാനും അച്ഛനും അമ്മയും ആരും കൂടി പോയത് എനിക്ക് ഓർമ്മയില്ല എന്നല്ല, അങ്ങനെ പോയിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ഞാനും അതെ കേട്ടോ അച്ഛനും അമ്മേനെയും കുറ്റം പറയാൻ നിൽക്കില്ല കേട്ടോ. കാരണം അവരായാലും പണിക്ക് പോവുക, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ വിൻഷേട്ടനും ആദർശും ഞങ്ങളൊക്കെ ഒന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റായതിന് അത് ശേഷമാണ് കേട്ടോ അച്ഛനെയും കൊണ്ട് അമ്മയും കൊണ്ട് ഇങ്ങനെ പോണത്. അപ്പോൾ അങ്ങനെ അതെ അമ്മയായാലും എന്തപ്പോൾ ഇങ്ങനെ പറയാൻ എനിക്കറിയില്ല കേട്ടാ. അപ്പോൾ അതേ ഞങ്ങളിങ്ങനെ എല്ലാവരും എക്സിബിഷൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ എല്ലാതും കണ്ട് നടക്കുകയാണ്. പിന്നെ അച്ഛനും അതേട്ട് എന്തൊക്കെയോ 1-2 സാധനങ്ങൾ അച്ഛന് വേണ്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഭരണി കണ്ടപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നും നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും വാങ്ങിയൊന്നുമില്ല കാര്യമായിട്ട്. പിന്നെ ഫുഡ് ഇങ്ങനെ സ്നാക്സ് പോലത്തെ ഐറ്റംസ് ഇല്ലേ അതൊക്കെ അത് ഇങ്ങനത്തെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് വെള്ളം പിന്നെ ഐസ്ക്രീം അങ്ങനെ എന്തൊക്കെയോ എക്സ്ട്രാ കഴിക്കേണ്ട സാധനങ്ങൾ തന്നെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അതേ നമ്മുടെ മാളൂന് ഒരു ടോപ്പോ എന്തെങ്കിലും എടുത്തു കൊടുക്കാന്ന് വെച്ച് നോക്കി അവൾക്കൊന്നും ഇഷ്ടാവില്ല കേട്ടോ. അവൾക്ക് അത് വേണ്ട അങ്ങനെ നിൽക്കണം, അവൾക്കൊന്നും ഇഷ്ടമായില്ല പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്ന ഒരു ഷൂ കാണിച്ചു കൊടുത്തു. അതും 36 പറ്റിയില്ലേ. പിന്നെ ദേവുട്ടനും നമ്മുടെ തേജും കൂടിയിട്ട് അങ്ങോട്ട് നടന്നോളൂ കേട്ടോ. പിന്നെ ഗെയിം സെക്ഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ കുറച്ച് എന്റർടൈൻമെന്റ് തോന്നിയത് ഇവിടെ ആയിരുന്നു എല്ലാവരും കേട്ടോ. ഇതില് നല്ല രസമായിരുന്നു. എന്താ പറയുക, ഈ ബോൾ എറിഞ്ഞിട്ടുണ്ടല്ലോ ആ ഗ്ലാസ്സുകൾ വീഴ്ത്തണം. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിട്ട് ഇതിപ്പോൾ എന്താ ബുദ്ധിമുട്ട്, ഒരു എറിഞ്ഞ അടിക്കെറിഞ്ഞ അത് മൊത്തം വീഴില്ലേന്ന്. പക്ഷെ വിൻഷേട്ടനായാലും ആദർശായാലും അച്ഛനായാലും എല്ലാവരും തല കുത്തി നിന്ന് എറിഞ്ഞ് നോക്കിയിട്ടുണ്ട്. നമ്മുടെ അത്യാവശ്യം ഫണ്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു വാശിയായോ ഏതെങ്കിലും ഒരാളെങ്കിലും ജയിക്കണം എന്നുള്ളത്. പക്ഷെ എങ്ങനെ എറിഞ്ഞിട്ടും നമുക്ക് സെറ്റായില്ല കേട്ടോ. വിൻഷേട്ടൻ്റെ ഒക്കെ ലാസ്റ്റ് ഉണ്ടല്ലോ ഒരു ഗ്ലാസ് മാത്രം വരെ നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിശയായി. കാരണം ഇവരൊക്കെ ഇങ്ങനെ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിക്കാൻ പോണതല്ലേ. ഇതെന്താ സംഭവം നമുക്കൊരു പിടുത്തം കിട്ടണില്ല. ഇപ്പൊ ഇത് ചെറിയ ബോളോണ്ട് എറിഞ്ഞിട്ടാണോ വീഴാത്തതെന്ന് വെച്ചിട്ട് നമ്മൾ വലിയ ഫുട്ബോൾ കൊണ്ട് എറിയണത് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയും എറിഞ്ഞു നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ, വീഴണില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ കുറെ നേരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയുണ്ടാവും. വിൻഷേട്ടൻ്റെ ഒറ്റ ബോൾ മാത്രം പോലും ഒറ്റ ആ ഒരു ഗ്ലാസ് ആയിട്ട് അവിടെ ഇരുന്നു. അതൊക്കെയാണ് അതിശയം. പിന്നെ അമ്മയും നോക്കിട്ടോ, അമ്മയും കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആദർശം നോക്കിയത് കണ്ട് അച്ഛൻ ഒന്നും കൂടി എറിഞ്ഞു നോക്കിട്ടോ. അച്ഛൻ എറിഞ്ഞത് വിറ്റായിരുന്നു, ഒരു ഗ്ലാസ്സുമ്പോൾ പോലും തട്ടിയില്ല, അപ്പുറത്ത് പോയി വീണു. അമ്മയാണെങ്കിൽ പൂര കളിയാക്കില്ലിട്ട് അപ്പുറത്ത് നിന്നിട്ട്. പിന്നെ കണ്ടോ ഇവർക്കൊരു വാശിയായി തട്ടി മൊത്തം വീഴ്ത്തണം തന്നെ. പക്ഷെ ഞങ്ങൾ തോറ്റു കൈസ്, ഞങ്ങളങ്ങോട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇതിലൊക്കെ ഒന്ന് കയറണം എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ടാ. പിന്നെ ഞങ്ങൾ വേറെ എന്തിനെങ്കിലും അമ്മയും കൊണ്ട്
കൊണ്ടൊന്ന് കയറ്റണം എന്നുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് ഇത് അടുത്തൊരു ഗെയിമിംഗ് സെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതും അതായിട്ട് ഇത് ഭയങ്കര രസമായിരുന്നു. ഇതിലിങ്ങനെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. 18 to 36 ആ ഒരു റേഞ്ചിൽ നമ്മൾ പോയിന്റ്സ് എടുക്കുക വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ആ റേറ്റിനല്ല ആ പോയിന്റിനുള്ള ഗിഫ്റ്റ് നമുക്ക് ഇവിടുന്ന് വെറുതെ കിട്ടും. അവിടെ തൂക്കിയിട്ടിട്ടില്ലേ കിട്ടും. ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. 35 36 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. പക്ഷെ വിൻഷാട്ട് അതൊക്കെ നോക്കിയാൽ ഇപ്പോൾ പോയിന്റ് എടുത്തത് വിൻഷാട്ടിനും ആദർശമായിരുന്നു കേട്ടോ. നമ്മുടെ തേജു ജസ്റ്റ് മിസ് 17 വരെ എടുത്തു തേജു പോയിന്റ്. പക്ഷെ 18 കിട്ടണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ വിൻഷാട്ടൻ ഇത്ര 20 സംതിങ്, ആദർശം 20 സംതിങ് അങ്ങനെയൊക്കെ ഒരു പോയിന്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട് ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ കണ്ട് ഇങ്ങനെ ഒരു പാട്ട പോലെ ഒരു പാത്രം. ഇതാണ് കേട്ടോ 18 പോയിന്റും 19 പോയിന്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ കിട്ടണത്. ഇതിൽ ആദർശം വിൻഷാട്ട് 2 വട്ടം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 2 പാത്രം കണ്ട ഇങ്ങനെ 2 പാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദർശവും എറിഞ്ഞപ്പോഴും അതെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അച്ഛനും അതെ ജസ്റ്റ് 17 അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു പോയിന്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ സെറ്റ് ആയിരുന്നു കേട്ടോ. കണ്ട ഇങ്ങനെ 2 പാത്രമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിലും അവർക്ക് വാശിയായിരുന്നു. വിൻഷാട്ടിന് ഫ്രിഡ്ജ് എടുക്കണം, 35 പോയിന്റ് എടുത്തിട്ട് ഫ്രിഡ്ജ് എടുക്കണം എന്നും പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് ചെയ്തു കേട്ടോ. പക്ഷെ കിട്ടിയില്ല. ലാസ്റ്റ് അച്ഛൻ വിറ്റായിരുന്നു കേട്ടോ. അച്ഛൻ ഇത് കയറി കഴിഞ്ഞാൽ മോളെ 4 ബോളും കൂടിയും തരുമോ പറഞ്ഞ് ഇങ്ങനെ നിൽക്കട്ടെ. 5 ബോളം കണ്ട തരുള്ളൂ എറിയാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ എന്തിനെങ്കിലും കയറാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതുപോലെ എന്തിനെങ്കിലും കയറാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ഇതിന്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഇതിൽ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കറക്കി എന്തൊക്കെ ഇവർ ചെയ്യും. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് ഇത് ഒന്നിലിരുന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാളും തേജും നമ്മുടെ ദേവൂട്ടനും കൂടിയിട്ട് വേറെ ഒന്നിലിരുന്നു കേട്ടോ. ഇതിലെൻ്റെ അമ്മയ്ക്ക് ഇതോടുകൂടി ഇങ്ങനത്തെ ഇതിൽ കയറേണ്ട പോതി മതിയായിട്ടുണ്ടാവും. കാരണം അമ്മ ഒരൊറ്റ എടുത്ത അമ്മയാണെങ്കിൽ കണ്ണടച്ചിട്ടായിട്ട് അമ്മ കിടന്നിട്ട് ഇതാക്കണത്. എൻ്റെ കുട്ടികളെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലറ്. അതായത് മാളുവിന് ദേവൂട്ടന് ഇവരേനും പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനിലേ ഇതെന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നമ്മളതിനിട്ട് തെറിപ്പിക്കുകയെ. ഞങ്ങളുടെ കാറിൽ കെട്ടിട്ടാണെങ്കിൽ അച്ഛന് ഇവിടെ ഭയങ്കര ടെൻഷൻ. അച്ഛൻ ഇവിടെ നിന്ന് ഭയങ്കര ചൂടാവില്ല. അവരോട് നിർത്താൻ പറയും. മതി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ നിന്ന് ചീത്ത പറയുന്നുണ്ട്. പിന്നെ അച്ഛൻ കുറെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ അപ്പുറത്താണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇങ്ങനെ ടിക്കറ്റ് വാങ്ങി കയറ്റുന്ന പയ്യല്ലേ അവൻ്റെ അടുത്ത് പോയിട്ട് മോനെ ഒന്ന് നിർത്താൻ പറയും. മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കട്ടാ. ഇതെന്താ വെച്ചാൽ അമ്മ കിടക്കണൊക്കെ എടുത്തു നോക്കി നിങ്ങളൊന്ന്. അമ്മ ഒറ്റ കിടത്താ കിടന്നു എൻ്റെ മേത്ത്. എനിക്ക് ലാസ്റ്റ് പേടിയായിട്ടോ. ഞാൻ എങ്ങനെയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അമ്മൻ്റെ മേത്ത് ഇങ്ങനെ കുഴഞ്ഞു കിടക്കണു. ഞാൻ അമ്മ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കണ്ണു തുറന്നിട്ട് എന്താന്നങ്ങോട്ട് പറഞ്ഞപ്പോഴാട്ടോ അമ്മ ബോധമുണ്ട്, ഓർമ്മയൊന്നും പോയിട്ടില്ല എനിക്ക് മനസ്സിലായത്. പിന്നെ അവിടെ ഇരുന്നു കേട്ടോ. ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഞാൻ അമ്മോട് പറഞ്ഞു ഇങ്ങനെ മേത്ത് കിടന്നു അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ ചെരിഞ്ഞ് അവിടെ കിടന്നു കേട്ടോ. പിന്നെ ഈ ഒരു കിടത്തം തന്നെ അമ്മ കിടന്നത് അനങ്ങിയിട്ടില്ല. കണ്ണടച്ചിട്ട് കണ്ണ് തുറന്നാൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ. അപ്പോൾ പിന്നെ കണ്ണ് തുറക്കണ്ട അങ്ങനെ തന്നെ കിടന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കിടത്തം അമ്മ കിടന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഞങ്ങൾ എന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ വീഡിയോ വിൻഷാട്ടിനെ എടുത്തേക്കണത്. പിന്നെ വണ്ടി കയറിയിട്ട് ഞങ്ങൾ വീടെത്താൻ വരെ ഈ വീഡിയോ കണ്ടിട്ട് പൂര ചിരിയാടുന്നു. കാരണം നമ്മുടെ ഈ കിടത്തം കണ്ടിട്ട്. പിന്നെ കണ്ട അച്ഛതേ ആ പയ്യൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാന്ന് ഓഫ് ചെയ്യും മോനെ അതങ്ങോട്ട് ഓഫ് ചെയ്ത് നോക്ക്. ഇതെന്നെ അച്ഛൻ നിന്നിട്ട് ഇപ്പുറത്ത് ചോദിക്കണത് കേട്ടോ. ലാസ്റ്റ് ആ പയ്യന് ചിരി വന്ന് തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഓഫ് ചെയ്തു. ഇത്രേ വിൻചേട്ടൻ പറയണ്ട അച്ഛൻ പറഞ്ഞിട്ടാണ് ഓഫ് ചെയ്യിപ്പിച്ചതെന്ന്. എന്നാലും അത്യാവശ്യം നേരം ഇട്ടിട്ട് കറക്കിയിട്ടുണ്ട്. നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നാണ്ടല്ലോ എൻ്റെ അമ്മ എളുപ്പമല്ല. ഇത് ഏറ്റവും ടഫ് ഇതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ. അതും കുറച്ച് പണിയായിരുന്നു. പക്ഷെ അതിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് നിർത്തിയപ്പോൾ എനിക്കാണെങ്കിൽ ചിരിയാണ്. ഞാൻ അമ്മ കിടന്നിടത്ത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് യാതൊരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. അമ്മ ഭയങ്കര സിമ്പിളായ പോലെ അമ്മ എനിക്ക് വരുന്നത് അങ്ങനെ ഭയങ്കര ഇതിൽ സ്റ്റൈലായിട്ട് എനിക്ക് വന്നത്. എനിക്കത് ചെറിയ പേടി ഉണ്ടായിരുന്നു. തേജുവിനെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടിരുന്ന ആൾ തേജു വന്ന വിൻഷേട്ടൻ പറഞ്ഞു. കാരണം ഞങ്ങളെല്ലാവരും കണ്ണടച്ചിട്ടിരിക്കുകയാണെങ്കിൽ തേജു കണ്ണും തുറന്ന് ചിരിച്ചിട്ട് അത്ര ഇരിക്കണത്. തേജു മാളുവിനെ വിളിച്ചിട്ട് മാളുമേമേ അമ്മമ്മേനെ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മാളുവിനാണെങ്കിൽ കണ്ണ് തുറക്കാനും കൂടി പേടിച്ചിട്ടേ. മാളു അതെ ദേവുട്ടിനും അതെ ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ട്. പക്ഷെ തേജു ഇത്ര ഇതിലിരിക്കുന്നു നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. കാരണം തേജുവിനാണ് പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയുള്ള ആള്. പക്ഷെ തേജു ഇവിടെ കൂളായിട്ട് ഇരുന്നിട്ടുണ്ട്. അവന് ഇനിയും കറങ്ങണം എന്നുള്ള ഒരു ഇതിലായിട്ട് അവ ഇരിക്കുന്നത്.
പിന്നെ അമ്മേനെ ഈ ഭാഗത്തേക്ക് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അമ്മ എല്ലാം തൂക്കി പിടിച്ച് വേഗം പോയാൽ മതി എന്നുള്ളത് ഇപ്പിലാ നിന്നേടണ്ടേ. പിന്നെ ഞങ്ങൾ വീണ്ടും കയറിട്ടോ. ഞങ്ങൾ മറ്റേ യന്ത്രൂഞ്ഞാലും തന്നെയല്ല പറയുക ഒരു സംഭവം ഇതന്നെയല്ല അത് അങ്ങനെ കറങ്ങണത്. ആ ഒരു ഇതിൽ തേജുവിന് ഇഷ്ടമായില്ലേ ഇത് കറങ്ങണേലും ഉഷമ്മാമയും കൂടി കറങ്ങിയല്ലേ. അങ്ങനെ ഞങ്ങൾ അതിൽ കയറാൻ നിന്നു. പിന്നെ അമ്മ പിള്ളേരെ നോക്കാൻ നിന്നു കേട്ടോ. തേജും ദേവുട്ടൻ്റെ ഇതിലാട്ട കയറിയിട്ടുണ്ടായിരുന്നത്. ഇവർ കുറേ നേരം ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു നേരത്തെ ഞങ്ങൾ അപ്പുറത്തും പോയിട്ട് യന്ത്രൂഞ്ഞാലിൽ കയറിയിട്ടാ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര പേടിയായിട്ട് ഇങ്ങനത്തെ ഒക്കെ കയറുക എന്ന് പറയണത്. പക്ഷെ ഒരു നടക്കേട് മാളും ഇവരൊക്കെ വാ ചേച്ചി കയറാൻ 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 പറയുമ്പോൾ എനിക്ക് പിന്നെ കയറിയില്ലെങ്കിലും മോശക്കേടായി പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. വിൻഷാന്റെ പിന്നെ ഓൾറെഡി മൈഗ്രെയിൻ ഉള്ള കാരണം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ വിൻഷാറ്റിനെ വിളിച്ച് കയറ്റി. കാരണം ഒന്നിൽ 3 ആൾക്കായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ 2 പേര് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെയറില്ല. അങ്ങനെ ഞാനും ആളും കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചു. വിൻഷാറ്റിനും ആദർശം കൂടി ഇരിക്കാലോ എന്നുള്ളൊരു ഇതിലാട്ടാ. അങ്ങനെ ഞങ്ങളിത് കയറണേന്റെ എക്സൈറ്റ്മെന്റിലാണ്. തേജുവിന് ഒരു പേടിയില്ലേ. ഞാൻ വിചാരിച്ചു തേജുവിന് ഇതൊക്കെ ഭയങ്കര പേടിയാവുന്നാട്ടാ. പിന്നെ തേജു ഉഷമ്മാമ എങ്ങനെ ഇരുന്നായിരുന്നു മറ്റേതിൽ കറങ്ങുമ്പോ? ഉഷമ്മാമയൊക്കെ കൂടി ഇരുന്നില്ലേ? ഞാനല്ല പേടിക്കാതെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാന് ഇവിടെ ചിരിച്ചാർന്നല്ല ഇരുന്നിട്ട് ഇഷ്ടായി. തേജു ഞങ്ങളെ നോക്കി ചിരിക്കാം. ഞാനും ഇങ്ങനെ ചീറി പൊളിക്കായിരുന്നു. പിന്നെ മാളുവേൻ പറഞ്ഞു കണ്ണടച്ച. ഞാൻ കണ്ണടച്ചില്ല. മാളുവേൻ കണ്ണു തുറക്കാൻ പറഞ്ഞു. ഞാന് മാളുമേമോട് ഇവൻ കണ്ണു തുറക്കാൻ പറയായിരുന്നു. അങ്ങനെ അതെ ഞങ്ങൾ കയറിയിട്ടു. ഞങ്ങളതിനാണെങ്കിൽ അങ്ങ് അറ്റത്ത് കൊണ്ട് കയറ്റി. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ ഞങ്ങൾക്ക് ഇതിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പെട്രോൾ പമ്പ് തൃശ്ശൂർ ടൗണിലെ പെട്രോൾ പമ്പൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടിടുന്നത്. അങ്ങനെ ഇതേ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് പേടിക്കാ. അങ്ങനെ കറക്കം കഴിഞ്ഞിട്ടിരിക്കുന്ന ഇരുത്താണ് കേട്ടോ. ഇത് സ്റ്റാർട്ടിങ് കുഴപ്പമില്ല. പക്ഷെ ഹൈറ്റിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴേ വയറിൻ്റെ ഉള്ളിൽ കൂടെ എന്തോ ഒരു സാധനം പോണ പോലെ. എനിക്ക് ഒന്നാമത് ഇങ്ങനത്തെ സാധനം കുറച്ച് പേടിയുള്ള ആൾ തന്നെയാണ് കേട്ടോ. പിന്നെ മാളൂരും അതെ കേട്ടോ. മാള് വലിയ ആളായിട്ട് വീഡിയോ എടുക്കാറുണ്ടാ. പക്ഷെ അങ്ങോട്ട് കറങ്ങി തുടങ്ങിയപ്പോൾ ഫോണൊക്കെ ഏത് വഴിക്ക് എടുത്ത് വെച്ച് ഞങ്ങൾക്ക് അറിയില്ല. എനിക്കെന്താ പേടി ഇവള് കൂളായിട്ടിരുന്ന് വീഡിയോ എടുക്കുന്നത്. എങ്ങാനും ഫോണ് പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ഞാൻ ഫോൺ എടുത്തേക്ക് അതാ പറയണത്. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതോടുകൂടി പിന്നെ ഞാൻ കയറാൻ നിന്നിട്ടില്ല എവിടെയും. പിന്നെ ഇവർക്ക് ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാടുന്നുട്ടോ. പിന്നെ ഞാൻ സമ്മതിച്ചില്ലേ. കാരണം വേണ്ട ഇനി വെയ്യാണ്ടാവുള്ളൂ പറഞ്ഞിട്ട്. ഈ ഒരു സംഭവം അറിയാലോ, ഇത് കുറച്ച് ടാസ്ക് ഉള്ളതാണ്. പിന്നെ തേജും പിള്ളേരും കൂടിയിട്ട് ഇതിൽ ചാടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലിങ്ങനെ ചാടി കളിക്കില്ലേ അത്. പിന്നെ നോക്കിയപ്പോഴാട്ടോ എൻ്റെ മക്കളെ ആകാശത്ത് കൊണ്ട് നിർത്തണു ഓരോന്ന്. ഈ സാധനം ഉണ്ടല്ലോ അങ്ങനെ അങ്ങോട്ട് കറക്കിയിട്ട് എത്ര നേരാന്നറിയോ ഇങ്ങനെ അങ്ങോട്ട് നിർത്തി. തല കുത്തനെ നിർത്തിയത്. ഇത് കണ്ടപ്പോൾ ശരിക്കും പേടിയായിട്ടോ. അയ്യോ ഇതിലൊന്നും കയറാനുള്ള ധൈര്യം എനിക്ക് തീരില്ല. മറ്റേതോട് തന്നെ മതിയായിട്ടുണ്ട്. അങ്ങനെ കുറച്ചേരം ഇത് നോക്കി നിന്നോട്ടാ. എന്നിട്ട് അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു ഈശ്വരാ അതിൽ കയറാ പിള്ളേരെ സമ്മതിക്കണ്ടട്ടാന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇതിങ്ങനെ തലകുത്തനെ നിർത്തും. ഭയങ്കര ഒരു റിസ്ക് പിടിച്ച പരിപാടി പോലെ ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഞങ്ങള് പിള്ളേരെയും പിടിച്ച് ഇറക്കി ഇനി നമുക്ക് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പം അതിനൊക്കെ മുന്നേ നമ്മൾ ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കുക വെച്ചിട്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. പിള്ളേർക്ക് 3 ആൾക്കും ഒരു ഐസ്ക്രീം വേറെ വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മൾ നേരെ നടന്നോട്ടെ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ കുറച്ച് പണിയല്ലേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എക്സിബിഷന് വന്നിട്ട് ഞാൻ ഇവിടുന്ന് ചട്ടി വാങ്ങിയല്ലോ. അതൊക്കെ ഓർമ്മ വന്നോട്ടെ. പെട്ടെന്ന് ചട്ടികൾ ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ. അങ്ങനെ പിന്നെ ഇവിടെ നമ്മുടെ മാജിക് ഒരു ഷോ കൂടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് നേരം ഒന്ന് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഒന്നും നിന്നില്ല. കാരണം മഴയൊക്കെ ചാറണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേജുവിന് ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കണം എന്ന് പറഞ്ഞിട്ട്
ഇതിൻ്റെ ഉള്ളിലും കൂടിയും കയറി നിന്നിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് നിൽക്കുകയാണ്. കുട്ടി ചെറുതിലൊന്നും അല്ലാട്ട് നിന്ന് വലുത് തന്നെ നോക്കിയിട്ടാണ് പോയിട്ട് നിന്നേക്കണത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെറിയ രീതിക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയോ കാണാൻ. അപ്പോൾ ഇവിടെ കുറേ ഫിഷൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വാങ്ങിയില്ല. കാരണം നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ പിന്നെ ഇത് വാങ്ങാൻ നിന്നില്ല കേട്ടോ. പക്ഷേ ഹാങ് ചെയ്തിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ നിന്ന് നോക്കിയിട്ട് പിന്നെ ഉപ്പിലിട്ടത് വിൻചേട്ടൻ പിന്നെ ഉപ്പിലിട്ട് എന്തായിട്ടും കണ്ടാലും വാങ്ങാണ്ട് പോരില്ല, പ്രത്യേകിച്ച് പൈനാപ്പിൾ. അപ്പോൾ അതും കൂടി വാങ്ങി. മാവളും എന്തോ മാങ്ങിയാ തോന്നുന്നു കേട്ടോ അതും എടുത്തു. പിന്നെ നമ്മൾ പുറത്തേക്ക് കറക്റ്റ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ പെയ്തു തുടങ്ങി. അങ്ങനെ പൈനാപ്പിളും കഴിച്ച് മഴയും കൊണ്ടിട്ടാട്ടേ നടക്കണത്. പിന്നെ ഞങ്ങൾ എന്താ പറയുക ഉള്ളിലേക്ക് കയറി നിന്നു, കാരണം നല്ല കാറ്റും മഴയായി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറി നിന്നു. ഉള്ളിൽ കയറി നിന്നാലും കൂടിയിട്ട് നല്ല ചോർച്ചുള്ള സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് നനയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കേട്ടോ ഇവിടെ ഇരുന്ന് നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കാത്തു നിന്ന് വിൻചേട്ടനും ആദർശം കൂടിയിട്ട് വേഗം പോയി വണ്ടിയൊക്കെ എടുത്ത് കൊടുന്ന് നമ്മളിത് നേരെ വീട്ടിലെത്തിയിട്ടോ. ഇനി ഇവരേനെ ഇറക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുക. ഞാൻ വീട്ടിലെത്തിയിട്ട് ചോറുണ്ടിട്ടാട്ടോ ഞാൻ പോകുന്നത്. വിൻചേട്ടന് നല്ല തലവേദന, മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിൻചേട്ടൻ ചോറൊന്നും ഉണ്ടില്ല, വീട്ടിലെത്തിയിട്ട് കഴിക്കണുള്ളൂ പറഞ്ഞു. കുഞ്ഞിച്ചക്കന് ദേ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചെക്കനോട് ഇതേ ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അമ്മ വിൻചേട്ടനുള്ള ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രത്തിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. വിൻചേട്ടനെ വീട്ടിലെത്തിയിട്ട് കഴിക്കണുള്ളൂ എന്ന്. ഈ മൈഗ്രെയിൻ വന്ന് എളുപ്പമല്ല അല്ലേ. വിൻചേട്ടന് ഛർദ്ദിച്ച് കളഞ്ഞാലേ വിൻചേട്ടന് പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റൂ. അപ്പോൾ വീട്ടിലെത്തി ഛർദ്ദിച്ചിട്ട് പതുക്കെ ഒന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ തേജൂനമ്മ അതേ വേറെ കവറിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. വിൻചേട്ടൻ്റെ ഫുള്ള് കിളി പോയിട്ടാണ് നിൽക്കുന്നത്. ഒന്നാമത് ചെറുതായിട്ടൊരു ഇതുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ഇതിലൊക്കെ കയറിയപ്പോഴേ വീണ്ടും ഒന്നങ്ങോട്ട് ഇളകിയിട്ടുണ്ട്. അപ്പോൾ വിൻചേട്ടനുള്ള ചോറാട്ടോ ചോറ്റും പാത്രത്തിലാക്കി തന്നേക്കണത്. ചോറും മീൻകറിയും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മളിത് ഇറങ്ങി. ഒരു 10 മണി 10:30 ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അമ്മമ്മയുടെ പിറന്നാളായിരുന്നു. അമ്മമ്മയാണെങ്കിൽ കേക്ക് മുറിക്കാൻ ഒന്നും സമ്മതിച്ചിട്ടില്ല കേട്ടോ. അമ്മമ്മയ്ക്ക് ആരും മരിച്ചിട്ടൊരു പേല ഉണ്ട്, അപ്പോൾ അതൊന്നും വേണ്ട, ഒന്നും ശരിയാവില്ല പറഞ്ഞിട്ട് കേക്കോ കാര്യങ്ങളോ ഒന്നും മുറിക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ കേക്കൊക്കെ മുറിക്കണം എന്നുള്ള പ്ലാൻ ഇട്ടതായിരുന്നു. അങ്ങനെ ആ വിഷമത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റും പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.